Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലുള്ള ഒരു നൈറ്റി ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ സ്കർട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്നാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് ഞാൻ നല്ല ഫ്ലെയർ ആയിട്ടുള്ള ഒരു സ്കർട്ടിൽ നിന്നും സ്റ്റിച്ച് ചെയ്ത് എടുത്ത നൈറ്റി ആണ്. അപ്പോൾ ഇതിന്റെ വീഡിയോ ഞാൻ SVS മലയാളം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ ഒരു സാധാരണ നമുക്ക് ഡെയിലി വെയറിന് വേണ്ടിയിട്ട് പറ്റിയ ഒരു സ്കേർട്ടാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പോൾ ഇതിന് ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലൈനിങ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് അണ്ടർ സ്കേർട്ട് ഇടേണ്ട ആവശ്യമില്ല, നിഴലൊന്നും അടിക്കില്ല. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിനെ സിമ്പിൾ സ്കേർട്ടാക്കി മാറ്റാൻ പോവുകയാണ്. ഇത് താഴത്തെ സൈഡ് നല്ല വീതി ഉണ്ട് കേട്ടോ ഇതിന്. എനിക്കിവിടെ സ്കേർട്ടിന്റെ ലെങ്ത് വേണ്ടത് 36 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ താഴത്തെ സൈഡ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, സ്റ്റിച്ച് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ 36 ഇഞ്ച് താഴെ സൈഡ് ടേപ്പ് ഇതുപോലെ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഇവിടെ വരെയാണ് 36 ഇഞ്ച് വരുന്നത്. പ്ലസ് നമ്മളിപ്പോൾ ഇലാസ്റ്റിക് ആണെങ്കിൽ ഒരു 2 ഇഞ്ചിന്റെ അടുത്ത് മുകളിൽ എക്സ്ട്രാ എടുക്കാം. ഞാനിപ്പോൾ വള്ളിയാണ് കേട്ടോ വെക്കുന്നത്. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത് വള്ളിയാണ്. നമുക്ക് ലൂസ് ടൈറ്റോ എങ്ങനെ വേണമെങ്കിലും കെട്ടിക്കൊടുക്കാമല്ലോ. ഇലാസ്റ്റിക് ആകുമ്പോൾ എനിക്കത്ര പെർഫെക്റ്റ് ആവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇലാസ്റ്റിക് ആണ് വേണ്ടെങ്കിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വള്ളിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ച് മാത്രമാണ് കേട്ടോ എടുക്കുന്നത്. എക്സ്ട്രാ 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിക് ആണെങ്കിൽ 2 ഇഞ്ച് എടുക്കുക. 1 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് വെക്കുകയാണെങ്കിൽ 1.5-2 ഇഞ്ചിന്റെ അടുത്ത് എക്സ്ട്രാ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വള്ളിക്ക് വേണ്ട. പിന്നെ ഇത് നമുക്ക് മുകളിലത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ 1 ഇഞ്ച് മാത്രമാണ് ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ വീതി നമുക്ക് വരുന്നത് 19 ഇഞ്ചാണ് കേട്ടോ. 19 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് തയ്യൽ തുമ്പുണ്ടല്ലോ, അത് നമ്മൾ സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് വീതി കുറച്ചും കൂടി കൂടുതലായിട്ട് കിട്ടും. അപ്പൊ ഞാൻ ഇതുപോലെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാനിപ്പോ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഉൾവശത്ത് നമുക്ക് ഇത്രയും ഉണ്ട് കേട്ടോ സ്റ്റിച്ച് പൊട്ടിച്ചെടുക്കാനായിട്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സൈഡിലുള്ള സ്റ്റിച്ച് ഒന്ന് പൊട്ടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ഞാൻ രണ്ടാമത് ഷേപ്പ് ചെയ്തതാണിത്. അപ്പോൾ ആ ഷേപ്പ് ചെയ്ത സ്റ്റിച്ച് മാത്രം ഞാനൊന്ന് പൊട്ടിച്ചെടുക്കുവാണ്. ഈ ഒരു സൈഡിലും മറ്റേ സൈഡിലും ഉണ്ട്, അത് രണ്ടും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ ഈ സ്റ്റിച്ച് ഉണ്ടല്ലോ, അത് നമുക്കിപ്പോൾ പൊട്ടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വള്ളി ഇടുന്ന നേരത്ത് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാനിപ്പോ സ്റ്റിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ആദ്യം ഇട്ട സ്റ്റിച്ച് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അത് ഞാൻ വള്ളി ഇടുന്ന നേരത്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് പൊട്ടിച്ചെടുത്താൽ മതി വള്ളി ഇടാനായിട്ട്. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ലൈനിങ് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സാരിയുടെ പീസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതുപോലെ രണ്ടായിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ. വീതി എത്ര വേണമെന്ന് നമ്മൾ സ്കേർട്ടിന്റെ വീതി എത്രയുണ്ടോ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അത്ര തന്നെ വീതി വേണമെങ്കിൽ അത്ര തന്നെ എടുക്കാം. അപ്പൊ ഞാനിപ്പോൾ ഇതുപോലെ 4 ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ താഴത്തെ സൈഡ് കര സൈഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ ഞാൻ കട്ട് ചെയ്തിട്ടുള്ള ഈ സ്കേർട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് 2 ആയിട്ട് മടക്കി കൊടുക്കുവാണ് കേട്ടോ. ഇതുപോലെ മടക്കി കൊടുത്തിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഞാൻ ഒരു 2 ഇഞ്ച് താഴത്തെ സൈഡ് ഈ നല്ല തുണി കൂടുതൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ സൈഡില് 1 ഇഞ്ച് വിട്ടിട്ട് ഇങ്ങനെ താഴത്തേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ വരെ ഞാനിപ്പോ കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് ഉള്ളത്. അത് ഞാനിപ്പോ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്കേർട്ടിന് വേണ്ടിയുള്ള കട്ടിങ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. അപ്പൊ ആദ്യം ഞാനിവിടെ ലൈനിങ് പീസ് എടുക്കുവാണ് കേട്ടോ. ലൈനിങ് പീസ് എടുത്തിട്ട് ഒരു സൈഡ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നല്ല വശവും വെച്ചിട്ട് ചീത്ത വശത്തൂടെ വേണം 1 ഇഞ്ച് വിട്ടിട്ട് സൈഡ് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ.
അപ്പൊ ഇതുപോലെ ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിന്റെ പീസ് എടുക്കാം. സ്കേർട്ടിന്റെ പീസിൽ ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് ഉള്ളത് ഞാൻ കുറച്ചൊന്ന് പൊട്ടിച്ചെടുക്കുവാണ്. ഫുള്ളായിട്ട് പൊട്ടിക്കണ്ട, ഒരു 4 ഇഞ്ച് അഥവാ 5 ഇഞ്ച് ആവോളം ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ മതി. ഏതെങ്കിലും ഒരു സൈഡിലൊന്ന് പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഞാൻ ഒരു 5-6 ഇഞ്ച് സ്റ്റിച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലൈനിങ്ങിന്റെയും അതേപോലെ തന്നെ ഒരു 5 ഇഞ്ച് അഥവാ 6 ഇഞ്ച് ഇവിടെ വിട്ടിട്ട് ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഒന്ന് ലോക്കിട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ട് എടുക്കണം. ഇതുപോലെ ഞാനിപ്പോ നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് അത് നമുക്ക് ഈ സ്കേർട്ടിന്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ലൈനിങ്ങിനെ ഇതുപോലെ സ്കേർട്ടിന്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ സ്കേർട്ടിന്റെ സ്റ്റിച്ച് പൊട്ടിച്ചില്ലേ, ആ ഒരു സൈഡും പിന്നെ നമ്മൾ ഈ ഇവിടെ സ്റ്റിച്ച് ചെയ്യാണ്ട് വെച്ചിട്ടില്ലേ, ഒരു 4-5 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യാണ്ട് വെച്ചിട്ടുള്ളതും ഒരേ സൈഡിലേക്ക് വരുന്ന രീതിയിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഇതുപോലെ കറക്റ്റ് ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ മുകളിലത്തെ സൈഡ് 1 ഇഞ്ച് രണ്ടും പിടിക്കുക. ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം കേട്ടോ. ഇതുപോലെ ഇതുപോലെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലൈനിങ്ങിന്റെ നൂല് ചിലപ്പോ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോ നൂല് പൊട്ടിച്ചെടുത്തില്ല, ആ ഒരു സൈഡാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതുപോലെ രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഈ ഒരു സൈഡും സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇതുപോലെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മുകളിലത്തെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം കേട്ടോ. നമ്മൾ വള്ളി വെക്കാൻ വേണ്ടിട്ട് മാർക്ക് ചെയ്തില്ലേ 1 ഇഞ്ച്, ആ 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. അപ്പൊ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് തുണി എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നൂല് പോകുന്ന സൈഡ് ആണെങ്കിൽ ഈ നല്ല തുണിയും ലൈനിങ്ങും 1/4 ഇഞ്ച് ആദ്യം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ 1 ഇഞ്ച് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പൊ ഞാനിപ്പോ ലൈനിങ് 1/4 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടുണ്ട്. നല്ല തുണി ഇങ്ങനെയാണ് ഇട്ട വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നല്ല തുണി ബനിയൻ മെറ്റീരിയൽ ആണ്, അതുകൊണ്ട് അതില് നൂല് പോവില്ല. അതുകൊണ്ട് ഞാനിപ്പോ അതിന്റെ സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഇതിങ്ങനെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പൊ അങ്ങ് അറ്റം വരെ ഞാനിപ്പോ സ്റ്റിച്ച് ചെയ്തിട്ട് ലോക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിന് വള്ളി ഇട്ട് കൊടുക്കണം. ഒരു വള്ളി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വേണ്ടതുപോലെ ടൈറ്റ് ആക്കിയിട്ട് ലൂസ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം വിട്ടുപോയത്, ഈ ഒരു സൈഡ് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നൂല് പോയിക്കൊണ്ടേയിരിക്കും, സ്റ്റിച്ച് പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അത് മറന്നു പോകരുത്. നല്ല തുണിയിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ലൈനിങ്ങിൽ നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, അപ്പൊ ലൈനിങ് സ്റ്റിച്ച് ചെയ്യേണ്ട, നല്ല തുണിയിൽ മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിത് ഇതുപോലുള്ള ഒരു വള്ളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് പിന്നെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ വള്ളിയുടെ ഒരറ്റത്ത് കുത്തി ഇട്ടിട്ട് സ്കേർട്ടിന്റെ അകത്തേക്ക് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സ്കേർട്ടിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ആർക്കും തന്നെ തയ്ച്ചടിക്കാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കയ്യിലും പഴയ നൈറ്റിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.